ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മനുഷ്യരാണെന്ന് നാളെ ലോകം ഒന്നാകെ പറയും. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെ അവസ്മരണീയമായ ഈ മുഹൂർത്തത്തിലൂടെ കടന്നുപോയവരാണ് ഞാനും നിങ്ങളും നമ്മളും എല്ലാവരും. സ്വാഭിമാനം വീണ്ടെടുക്കലിൽ മുഖ്യ യജമാനനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്ടുപുടവയും വെള്ളിക്കുടയുമായി എത്തിയ നരേന്ദ്രനെ വരവേറ്റ് രാമക്ഷേത്രത്തിൽ ശംഖനാദം മുഴങ്ങി. സരയൂ നദിക്കരയിലെ ജലാഭിഷേകത്തിന് ശേഷം ഹനുമാൻഗഡിയിൽ ദർശനവും കഴിഞ്ഞാണ് മോദി രാംലല്ലയ്ക്കരികിൽ എത്തിയത്. പതിനൊന്ന് ദിവസത്തെ കഠിന വ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കുമ്പോൾ പ്രധാന സേവകൻ തികഞ്ഞ ആത്മസംതൃപ്തിയിലാണ്. നൂറ്റാണ്ടുകളുടെ അപമാനത്തിനൊടുവിൽ ഒരു ജനതയുടെ രാജ്യത്തിന്റെ സംസ്കാര വീണ്ടെടുക്കലിൽ ചരിത്രം രേഖപ്പെടുത്തുന്ന സുവർണനാമം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാകും. രാംലല്ല പ്രതിഷ്ഠയിൽ മുഖ്യ യജമാനനായി നരേന്ദ്രമോദി ഉറപ്പിച്ചത് കോടിക്കണക്കിന് ജനതയുടെ ഹൃദയത്തിലെ അചഞ്ചലമായ സ്ഥാനം കൂടിയാണ്. ഭാരത മാതാവിൻ ശിരകളിൽ ഈ പഞ്ചപ്രാണ ചൈതന്യം പ്രവാഹിനിയ സടകുടഞ്ഞെഴുന്നേറ്റു ഭഗവതരിച്ചു ലോകം നമിക്കുന്നു കൈവണങ്ങി. ഗ്രാമങ്ങൾ നഗരങ്ങൾ രാമരാജ്യം വസുധൈവകമാകവേ ഒരു കുടുംബം. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഗോത്രയിലൂടെ ആളിക്കത്തിയ കലാപവരിയെ അവസാനിപ്പിച്ചു. മനഃപൂർവമായ വിദ്വേഷ പ്രചരണങ്ങളെ നിശബ്ദം നേരിട്ടു. ഒരു വശത്ത് അസത്യ പ്രചരണങ്ങൾ അരങ്ങുവാണപ്പോൾ മറുവശത്ത് ഗുജറാത്തിനെ വികസന തേരിൽ നയിച്ചു. രാമരാജ്യമാണ് തന്റെ ആദർശമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് നടന്നു. ഏകതാ യാത്രയുടെ ചുക്കാൻ പിടിച്ച മോദി 1992 ജനുവരി 14 ശപഥത്തിന്റെ പൂർണ്ണതയാണ് അയോധ്യയിൽ കണ്ടത്. ക്ഷേത്ര നിർമ്മാണത്തിന് വഴിയൊരുങ്ങും വരെ അയോധ്യയിലേക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത മോദി 28 വർഷത്തിനു ശേഷം അയോധ്യയിലേക്ക് എത്തുമ്പോൾ ബാലകരാമൻ കോടതിയിൽ വിജയിച്ചിരുന്നു. ശപഥത്തിന്റെ 3 പതിറ്റാണ്ടിനിപ്പുറം എത്തിയതാകട്ടെ രാഷ്ട്രനായകൻ എന്ന പദവിയിൽ മാത്രമല്ല, ക്ഷേത്രത്തിന്റെ മുഖ്യ യജമാനനായും കൂടിയാണ്. രാമക്ഷേത്രത്തിലേക്ക് ജനമുന്നേറ്റം നടന്നപ്പോൾ മോദി പൂർത്തീകരിക്കുന്നത് രാമദൗത്യവും ഒപ്പം രാജദൗത്യവുമാണ്. मेरा शरीर अभी भी स्पंदित है, चित्त अभी भी उस पल में लीन है. हमारे रामलला अब टेंट में नहीं रहेंगे. हमारे रामलला अब इस दिव्य मंदिर में रहेंगे. പൈതൃകം മുറുകെ പിടിച്ച് വികസനത്തിലൂടെ രാജ്യത്തെ ജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഈ ജനനായകനല്ലാതെ മറ്റാര്? ആ സിംഹനാദം മുഴങ്ങട്ടെ നിത്യം നരേന്ദ്ര. ജനമനസ്സിലൊഴുകുമൊരു ഗംഗയായി നിൻ ധർമ്മ സുകൃതമാം ഭാരതം കണ്ടേ. ന്യൂസ് ഡെസ്ക് ജനം.